പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പേജുകളിൽ എഴുതുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഭാസ്കരൻ നായർ അജയൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ ഗംഭീരമായ ചില വാചകങ്ങൾ, ആ വാചകങ്ങളാണ് എന്നെ ആ പോസ്റ്റിലേക്ക് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭരണകാലങ്ങളിൽ അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കാം. പരേഡ് ഗ്രൗണ്ടിലെ പ്രസംഗമല്ല, സർജിക്കൽ സ്ട്രൈക്കിന്റെ സല്യൂട്ടാണ് മോദി. ദില്ലിയിലെ കസേരയിൽ ഇരുന്ന ആദ്യത്തെ സൈനികൻ നരേന്ദ്രമോദി. എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇത്. മോദിക്ക് മുൻപ് ഏത് സർക്കാരാണ്, ഏത് മുഖ്യമന്ത്രിയാണ്, ഏത് പ്രധാനമന്ത്രിയാണ് ഇതുപോലെ പ്രവർത്തിച്ചത്? 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി ബ്രിട്ടീഷ് പതാകയുടെ കീഴിൽ ഫീൽഡ് മാർഷൽ ലോർഡ് വേവൽ ചൊല്ലിക്കൊടുത്ത സത്യവാചകം ചൊല്ലി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റു 1000 ജന്മമെടുത്താൽ മോദിജിക്ക് സമമാകുമോ? ഇതിനുള്ള കാരണങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. ആദ്യം മുൻപ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അന്ന് ഒരു കുറുവടി വാങ്ങാൻ വിദേശത്തെ നോക്കേണ്ടി വന്നിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തമായി AK-203 ഷെർ എന്ന സ്നൈപ്പർ ഉൾപ്പെടെ വേൾഡ് ക്ലാസ് ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ്. ഇന്ന് ഭാരതം ബ്രഹ്മോസ് നിർമ്മിക്കുന്നു. ഇന്ന് ഭാരതത്തിൽ INS വിക്രാന്ത് നിർമ്മിക്കുന്നു. ഇന്ന് ഭാരതം ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു. ഇന്ന് ചന്ദ്രനിൽ ശിവശക്തി പോയിന്റിൽ ഇറങ്ങി ചരിത്രം സൃഷ്ടിക്കുന്നു. ഇന്ന് സർബ്ജീത് പാകിസ്ഥാന് കൊലയ്ക്ക് കൊടുക്കാറില്ല, മറിച്ച് അഭിനന്ദനെ തിരികെ കൊണ്ടുവരുന്നു. ഇന്ന് ചൈനയെ പിന്നിലാക്കി റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഭാരതം 2-ാം സ്ഥാനത്തെത്തുന്നു. സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ നൽകുന്നു. സൈന്യത്തിന് ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ വരെ റോഡ് നിർമ്മിച്ചു നൽകുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ സേനാ മേധാവിക്ക് പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല ദുബായിലും രാമക്ഷേത്രം നിർമ്മിച്ചു കാണിക്കുന്നു. കാശ്മീരിനെ കർഫ്യൂവിൽ നിന്ന് മുക്തമാക്കി കാണിക്കുന്നു. ഇന്ന് സേന കല്ലെറിയുന്നവർക്ക് നേരെ കല്ലെറിയുന്നില്ല, പകരം ത്രിവർണ്ണ പതാകയുടെ ബഹുമാനം കാണിക്കുന്നു. അടൽ സേതു, അടൽ ടണൽ, ചിനാബ് ബ്രിഡ്ജ്, സുദർശൻ സേതു പോലുള്ള എത്രയോ പാലങ്ങൾ നിർമ്മിച്ചു കാണിക്കുന്നു. ഗ്രാമം തോറും നൽ സേ ജൽ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുന്നു. സിംഗിൽ നിന്ന് സോഫിയ ഖുറേഷി വരെ ഫൈറ്റർ വിമാനം പറത്താൻ അനുമതി നൽകുന്ന ഭാരതമായി. 32-ലധികം രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകി കഴിഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മോദിയെ ബോസ് എന്ന് വിളിക്കുന്നു. സൗദി ഷെയ്ഖ് വന്ന് കെട്ടിപ്പിടിക്കുന്നു. മുൻപ് ഭാരതം എന്തായിരുന്നു? പാമ്പാട്ടികളുടെ നാട്, വിദ്യാഭ്യാസമില്ലാത്ത രാജ്യം, പട്ടിണിക്കാരുടെ നാട്, പോകരുതാത്ത സ്ഥലം. അമേരിക്ക തരുന്ന കഴിക്കാൻ കൊള്ളാത്ത ചുവന്ന അരി വാങ്ങിയിരുന്ന കാലം. ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറയേണ്ടി വന്നു. ഇന്ന് 140 രാജ്യങ്ങൾക്ക് ധാന്യം സപ്ലൈ ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറി. ശ്രീലങ്ക പോലൊരു ചെറിയ രാജ്യത്തെ ഒരു സൈനികൻ രാജീവ് ഗാന്ധിയെ റൈഫിൾ കൊണ്ട് അടിച്ച കാലമായിരുന്നു അത്. അതായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ബഹുമാനം. ഇന്ദിരാഗാന്ധിയെ 1982 അമേരിക്ക 5 മുതൽ 7 മണിക്കൂർ വരെ കാത്തിരുത്തിയിരുന്നു എന്നത് മറന്നോ? ഉരുക്കു വനിതയല്ലേ, മറന്നോ? എന്നിട്ട് അമേരിക്കയുടെ 7-ാം നാവികപ്പട ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം മാത്രമേ തിരികെ വിടൂ എന്ന കള്ളപ്രചരണവുമായി വന്നിരിക്കുന്നു. കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നു. ദാവൂദ് വന്ന് ബോംബ് പൊട്ടിക്കും, പാകിസ്ഥാൻ വന്നുപോകും. എന്നാൽ ഇന്നത്തെ ഭാരതം, മോദിയുടെ ഭാരതം, 1000 ജവഹർലാൽ നെഹ്റു ജന്മമെടുത്താലും മോദിയാകാൻ പറ്റാത്ത മണ്ണിന്റെ മണമുള്ള ഭാരതപുത്രന്റെ ഭാരതം. ഇന്ന് ഭാരതം UNOയിൽ പോകുന്നില്ല, അമേരിക്കയെ വിളിക്കുന്നില്ല. ഇന്നത്തെ ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കാണിക്കുന്നു. ഇന്നത്തെ ഭാരതം എയർ സ്ട്രൈക്ക് നടത്തി കാണിക്കുന്നു. ഇന്നത്തെ ഭാരതം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി കാണിക്കുന്നു. 12 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം ഇങ്ങനെയായിരുന്നു. ഇത്രയും വൃത്തിയും വെടുപ്പും ഉണ്ടായിരുന്നു. രാവിലെ റെയിൽവേ പാളത്തിന്റെ മുകളിൽ പോയിരുന്ന് അവരുടെ പ്രകൃതിയുടെ വിളികൾ ചെയ്യുന്ന ഭാരതവാസികളെയല്ലേ നിങ്ങൾ കണ്ടിരുന്നത്? എന്നാൽ ഇന്നോ നമ്മുടെ റോഡുകളിൽ വിമാനങ്ങൾ ഇറങ്ങുന്നു, പോകുന്നു. ISROയ്ക്ക് നാസ സമ്മാനം നൽകുന്നു. എവിടെ ചെന്നാലും ഭാരത് മാതാ കി ജയ് വിളികൾ. നമ്മുടെ യോഗ, നമ്മുടെ ആയുർവേദ. 5 ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന 100-ലധികം ഭീകര ആക്രമണങ്ങൾ നടത്തിയ കാശ്മീർ മുസ്ലിം തീവ്രവാദി യാസിൻ മാലിക് എന്ന വ്യക്തിയെ യാസിൻ മാലിക് സാബ് എന്ന് വിളിച്ച് യൂത്ത് ഐക്കൺ അവാർഡ് നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബിരിയാണി തീറ്റിച്ച കാര്യം നിങ്ങൾ മറന്നോ? എന്നാൽ ഇന്ന് മോദിജി അജ്ഞാതരായ ആളുകളെ പാകിസ്ഥാനിലേക്ക് അയച്ചു പുൽവാമ ആക്രമണത്തിലെ കുറ്റവാളി ഉൾപ്പെടെ രാജ്യദ്രോഹികളെ വധിക്കുന്നു. ആത്മാഭിമാനത്തോടെ വന്ദേമാതരം വിളിച്ചത് 2014 ശേഷമല്ലേ? ഉച്ചത്തിൽ വിളിക്കൂ, മോദി കി ജയ്, ഭാരത് മാതാ കി ജയ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.